കാസർഗോഡ് പൊയിനാച്ചി ബദിയെടുക്ക സംസ്ഥാന പാതയിൽ വിള്ളൽ. താന്നിയടി ഭാഗത്താണ് 50 മീറ്റർ നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇതുവഴി വാഹനങ്ങൾ പോകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രതീഷ് വാസ്തവൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രതീഷ്, ഇത് കാസർഗോഡ് നിന്ന് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? രുചിഷ, ഈ റോഡ് മെക്കാടൻ റോഡാണ്. ഈ പ്രദേശത്ത് താന്നിയാടി കുണ്ടംകുഴി ഭാഗത്തെ ഈ റോഡ് ഒരു 1.5 കിലോമീറ്റർ ദൂരം പുതുതായി നിർമ്മിച്ചതാണ്. വീതി കൂട്ടിയ ഭാഗമാണ്. ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ സമയത്ത് മണ്ണ് കൃത്യമായി, ഈ അടിത്തറ കൃത്യമായി ഉറപ്പിക്കാതെയാണ് വളരെ പൊടുന്നനെ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളും റോഡ് നിർമ്മാണം നടത്തിയെന്ന ആക്ഷേപം ആ ഘട്ടത്തിൽ തന്നെ പ്രദേശവാസികൾ ഉയർത്തിയിരുന്നു. പക്ഷേ അന്ന് അത് ചോദിക്കൊണ്ടില്ല. കരാറുകാരോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു മണ്ണ് ഈ ഭാഗത്ത് കൃത്യമായി അടിച്ചുറപ്പിച്ച ശേഷം മാത്രമാണ് പുതിയ വീതി കൂട്ടിയ ഭാഗങ്ങളിലേക്ക് ടാറിംഗ് ഉൾപ്പെടെ നടത്തേണ്ടതെന്ന് അന്ന് തന്നെ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് പരിഗണിച്ചില്ല. അത് അവഗണിക്കുന്നതിൻ്റെ ഭാഗമായാണ് കടുത്ത മഴ വന്നതിനെ തുടർന്ന് ഈ മണ്ണ് താഴിട്ട് അമരുകയും ആ റോഡിൽ മോൾ ഭാഗത്ത് വിള്ളൽ രൂപപ്പെടുകയും ചെയ്തതാണ് പ്രാഥമികമായി പരിശോധനയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് റോഡ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കണമെന്നും അപകടകരമായ സ്ഥിതി ഉണ്ടെങ്കിൽ വാഹന നിയന്ത്രണം അടക്കമുള്ളവ സ്ഥിതിയിലേക്ക് മാറണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ഭാഗത്ത് ഏതാണ്ട് 50 മീറ്ററോളം ദൂരത്തിൽ ഈ വിള്ളൽ കാണുന്നിട്ടുണ്ട്. എന്നാൽ അപകടകരമായ സാഹചര്യം പ്രദേശത്തില്ല. പക്ഷേ കനത്ത മഴ ഇനിയും തുടരുന്ന സാഹചര്യത്തിൽ റോഡ് കൂടുതൽ ഗതാഗത യോഗ്യമല്ലാതാവുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. എന്തായാലും നിലവിൽ ഈ ഭാഗത്തുകൂടെ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിച്ചു പോകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പലയിടത്തും മഴയിൽ ഈ ദേശീയപാതയോട് ചേർന്ന സർവീസ് റോഡുകളിലും മറ്റ് സംസ്ഥാന പാതകളിലും ഒക്കെ തന്നെ പുതിയ റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വിള്ളലുകളും മണ്ണ് താഴ്ന്നുള്ള പൊട്ടലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിലവിൽ അപകടകരമായ സാഹചര്യമില്ല. എന്നാൽ ഈ ഭാഗത്ത് ശ്രദ്ധിച്ചു പോകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രുചീഷ്.